പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ആരോഗ്യ മേഖലയെപ്പറ്റി വളരെ സജീവമായ ചർച്ച നടക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നു കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ നമ്പർ 1 ആണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യ മേഖലയെപ്പറ്റി വേറെ മറ്റാരും അഭിപ്രായങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ആരോഗ്യ മേഖല ഇത്രയും മികച്ചതാക്കിയത്. ഇതിൽ കൂടുതൽ മികച്ചതാക്കുവാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആരോഗ്യ മേഖലയെപ്പറ്റി പരിശോധിക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ അതിലേക്ക് താഴേക്ക് വരുമ്പോൾ ജില്ലാ ആശുപത്രിയോ താലൂക്ക് ആശുപത്രിയോ സാധാ ക്ലിനിക്കുകൾ ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ ഗവൺമെൻറ് മേഖലയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ ഒക്കെ ഒന്ന് പോയി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ എന്തിന് ജില്ലാ ആശുപത്രിയിൽ പോയി പരിശോധിച്ചാൽ കിടക്കകൾ പോലുമില്ലാതെ തറയിൽ കിടന്ന് ചികിത്സിക്കേണ്ട സാഹചര്യമാണ് ഒരുപാട് രോഗികൾക്ക് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എല്ലാ ആശുപത്രികളിലും കൃത്യമായ രീതിയിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഡോക്ടർമാരില്ല, മരുന്നുകളില്ല, സർജിക്കൽ ഉപകരണങ്ങളില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ എങ്ങനെ പുറത്ത് ചാടിക്കാം, അല്ലെങ്കിൽ അവർ പറഞ്ഞതാണ് കള്ളം, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി എന്ന് പറയുന്ന ഒരു സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളുമാണ് നാം കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണിട്ട് ഒരു സ്ത്രീ ദാരുണമായി മരിക്കുകയുണ്ടായി. 2014 മുതൽ ആ ബിൽഡിംഗ് ജീർണിച്ചതാണ് എന്നുള്ള റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ആണ് മന്ത്രിയും മറ്റ് അധികാരികളും സംസാരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. 2014 ശേഷം 11 കൊല്ലം കഴിഞ്ഞിട്ടും ഉപയോഗശൂന്യം എന്ന് മന്ത്രിയും മറ്റും അവകാശപ്പെടുന്ന കെട്ടിടം ഇടിച്ച് കളയാതെ അതിപ്പോഴും ഉപയോഗിച്ചത് കൊണ്ടാണല്ലോ അവിടെ ഒരു സ്ത്രീ മരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് പറയുകയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആർക്കും ഭൂഷണമല്ല എന്നുള്ള കാര്യം നാം ഓർക്കണം. ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. ആരോഗ്യ മേഖല നമ്പർ 1 ആണെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ എന്തിനാണ് ചികിത്സയ്ക്കായി സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് നേടുകയും അത്തരം ചിലവുകളെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഒരു കാര്യം മനസ്സിലാക്കണം. സാധാരണക്കാരും ദരിദ്രരുമായ ആൾക്കാരാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയെങ്കിൽ ഇത്തരം അവകാശവാദങ്ങൾക്ക് ഒരിക്കലും അവർ നിൽക്കുകയില്ലായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്. ഇതിനൊക്കെ പണം എവിടെ നിന്നാണ് ചിലവാക്കുന്നതെന്നൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്തതാണ്. ഈ പണമെല്ലാം നമ്മുടെ ഖജനാവിലെ പണമാണ്. സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ മന്ത്രിമാർ ചികിത്സയ്ക്ക് പോകുമ്പോഴും ആ പണം കൊടുക്കുന്നതും ഗവൺമെൻറ് ആകുമ്പോൾ അതും സാധാരണക്കാർ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് തന്നെയാണ് അതും ഈടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ഒരു മന്ത്രി ഒരു കണ്ണടയ്ക്ക് വേണ്ടി 49,999 രൂപയുടെ ബില്ല് കൊടുത്തിട്ട് ആ കണ്ണട വാങ്ങിച്ചത് നാം കണ്ടതാണ്. അന്നൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചയുണ്ടായി. പക്ഷേ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലും മന്ത്രി വീണ്ടും മത്സരിക്കുകയും ജയിക്കുകയും വീണ്ടും ജനങ്ങളെ സേവിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയെപ്പറ്റി വളരെ വീമ്പ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖല ഇപ്പോഴും മരണശയ്യയിലാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളുമായി ഒരുപക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ മെച്ചപ്പെട്ട ചികിത്സ ഇവിടെ ഉണ്ട് എന്നുള്ളതും സത്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആരോഗ്യ മേഖലയിൽ ഇനിയൊന്നും ചെയ്യേണ്ടെന്നും ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഇവിടെ ശരിയായതെന്നും പറയുന്നതിൽ ശരിയല്ല. അത്തരം അവകാശവാദങ്ങൾക്കപ്പുറത്തേക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ ഗവൺമെൻറ് അധികാരികളും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അധികാരികളോട് അപേക്ഷിക്കുവാനുള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സർക്കാരിനും മറ്റുള്ളവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.